ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സെമി ഫൈനൽ കാണാനാണ്. കളിയാണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം ആദിൽ കളി കാണുന്നത്. ഞങ്ങൾ വന്ന പെറ്റ് തണുത്തു. അതിഗംഭീര കളിയാണ് ഗൈസ് കണ്ടിരിക്കുന്നത്. ഇവിടെ കമൻട്രി പറയാൻ വേറെ കാര്യമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയുവാണ് ഗൈസ്. ഈ നീലയിട്ട ടീമാണ് നമ്മുടെ സ്വന്തം വെണ്ണിക്കുളം, അപ്പുറത്തെ തിരുവല്ലായ ടീമാണ്. ഇപ്പോൾ കളി തുടങ്ങിയിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സ്വന്തം വെണ്ണിക്കുളത്തിൻ്റെയും നമ്മുടെ മുതുവാളിൻ്റെയും മുത്ത് എൻ്റെ ചങ്ക് ജിവിൻ ബ്രോ. അതുപോലെ തന്നെ ഇവനും നമ്മുടെ കൈക്കാരനാണ് റോബിൻ. ഇവിടെ കളിക്കുന്ന വെണ്ണിക്കുളത്തിലൂടെ കളിക്കുന്നവരെല്ലാം നമ്മുടെ വെണ്ണിക്കുളത്ത് തന്നെ കളിച്ച് വളരുന്ന, ഈ ഗ്രൗണ്ടിൽ തന്നെ കളിച്ച് വളർന്ന പ്ലേയേഴ്സാണ്. ഓഫ് സൈഡിലേക്ക് കലാശിച്ചു. റെഫറി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരു തുള്ളി പോലും സമ്മതിക്കത്തില്ല ഗൈസ് ഓഫ് സൈഡ് കയറി ഓടടിക്കാനൊന്നും. ഗോളിയും പുലിയാണ് നമ്മുടെ ഗോളി, ഭയങ്കര പുലിയാണ്. തിരുവല്ല വെണ്ണിക്കുളത്തിന് മേൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. തിരുവല്ല അടിച്ചിട്ടുണ്ടാന്ന് തോന്നുന്നു, ഒരു ആവേശമില്ലായിരുന്നു. ഇതാ നമ്മുടെ ജിജിമാഷ് അവിടെ മിനിറ്റുകളിൽ തന്നെ തിരുവല്ല ഫോർച്യൂണ ഒരു ഗോൾ നേടിയിരിക്കുകയാണ്. ഒരു ഗോളിന്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. 45 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ടൂർണമെൻ്റാണ് മീൻസ്. ഇടയ്ക്ക് 1-2 വർഷം കൊറോണ കഴിഞ്ഞുമൊക്കെ ടൂർണമെൻറ്റ് നടന്നില്ല. പിന്നെയും തുടർന്നതാണെങ്കിൽ ഫൈനലിൽ നിന്നൊക്കെ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ആളായിരിക്കും. ഇതാ തിരുവല്ല വെണ്ണിക്കുളത്തിന് വേണ്ടി രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. ഇതാ വെണ്ണിക്കുളത്തിന്റെ കുട്ടികൾ പതർന്ന പോലെ, പക്ഷേ ഇതൊന്നുമല്ല, തിരിച്ചു വരുമെന്നുള്ള വാശിയോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. തിരിച്ചു വന്നിരിക്കും. മുന്നേറ്റത്തിലൂടെ ഇതാ നമ്മുടെ ഉൾവാലയുടെ സ്വന്തം തെന്നാലി എന്ന് വിളിക്കുന്ന ആദ്യം ഇരിക്കുന്നവനാണ് തെന്നാലി. ഇവനാണ് എൻ്റെ അപ്പൻ അനിയൻ്റെ അവൻ അജ്മൽ. മത്തിയുടെ ഒരു ഹെഡർ ഔട്ടിലേക്ക് കലാശിച്ചു ഗൈസ്. അടിച്ചൂവി കമൻറ്റ് പറയണമെന്നൊക്കെ ഉണ്ട്. എന്തോ ഒരു മടിയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. റെഫറി എന്തിനോ പിന്നെയും ബിസിനടിച്ചു ഗൈസ്. റോബിന്റെ കാലിൽ പന്തെത്തി. ഇതാ മത്തി വിളിച്ചു, ടിജിയുടെ കാലിൽ ബോൾ ഇരുന്നു. ഇതാ ഒരു ഗോളിനായിട്ടുള്ളൊരു മുന്നേറ്റം, വെണ്ണിക്കുളത്തിന്റെ മുന്നേറ്റം. ഗോളി അത് സേവ് ചെയ്തു ഗൈസ്. വീണ്ടും റെഫറി. ഇതാ ഗൈസ് വെണ്ണിക്കുളത്തിന്റെ ഗംഭീരമായ കളി. ഒരടിച്ച് ഗോൾ പുറത്തു പോയിരിക്കുന്നു. ഇതാ വീണ്ടും ഒരു
കോർണർ കേക്ക് വെണ്ണിക്കുളത്തിന് വേണ്ടി കിട്ടി. നമ്മുടെ വെണ്ണിക്കുളത്തിൻ്റെ സ്വന്തം ജീവനാണ് അടിക്കാനായിട്ട് പോകുന്നത്. ജീവൻ്റെ കോർണർ എവിടെ കലാശിക്കുമെന്ന് നമ്മൾ കണ്ടറിയാം. കാണികളെല്ലാം വെണ്ണിക്കുളത്തിൻ്റെ മേൽ ഗോൾ അടിച്ചതിലെ ഒരു നിരാശയിൽ നിൽക്കുകയാണ് ഗൈസ്. സെമിയിൽ പുറത്താകുമോ ഇല്ലയോ എന്ന് ഉള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. ബ്ലോഗ് പറയാനൊരു മടിയേ. കല്ലിതാകുമ്പോൾ വീട്ടിൽ പെട്ട സൗണ്ടിലാണ് കഥ പറയുന്നത്. ഇതാണ് സംഭവം. ഞാൻ എന്താ ഹാനിക്കത്തോട് പറയും ഇമാര് നോക്കും തിരുവല്ലായിരിക്കും. വെണ്ണിക്കുളത്തിനെതിരെ 3 ഗോൾ കയറി ഓഫ്സൈഡ് വിളിച്ചു ഗൈസ്. പക്ഷേ ഈ പുള്ളിയാണ് ഓഫ്സൈഡ് വിളിച്ചത്. അങ്ങനെ ഒന്നാം പകുതി കഴിഞ്ഞപ്പോൾ 2-0 നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ആദ്യ സെമിഫൈനൽ ദിവസമായ ഇന്നത്തെ അങ്ങനെ രണ്ടാം പകുതി തുടക്കമാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മുടെ തെന്നാലി ഇവിടെ എത്തിക്കുന്നുണ്ട്. പുതുപാലയുടെ സ്വന്തം താരമാണ് തെന്നാലി. ഇതാ തിരിച്ചടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് വെണ്ണിക്കുളം ഒരു ഗോൾ കയറേണ്ടതായിരുന്നു. പക്ഷേ തിരിച്ചുവരവിലേക്ക് വെണ്ണിക്കുളം കുഞ്ഞും ഉണ്ടെന്നാണ് ഗൈസ്. ഇവൻ 24 വയസ്സായിരുന്നു. സൂപ്പർ ഗോൾ അറിഞ്ഞിരിക്കുന്നു. അല്ലെ എവിടെ നിന്ന് നേരെ അടിക്കും. അവൻ അറിയത്തില്ല പിടിക്കാൻ. കപ്പ അടിച്ചു. അന്ന് പിന്നെ നല്ല കളിയായിരുന്നു. മറ്റേ ആദ്യത്തെ കളി അത് കൊല്ലം പാഴ് കളിച്ചോണ്ട്. പോടാ പോടാ പോടാ. സൂപ്പറാ മത്തി സൂപ്പറാ. കാലുവെക്കല്ലേ ആലോചിച്ച് വീട്ടിൽ പോകോ. അശ്വിൻ വണ്ടി കൊടുത്ത് കേൾക്കാനോ അശ്വിനെ അതൊക്കെ ഇറങ്ങി മറ്റു നാട്ടിലാണ് മഴയായത്. നീ കേറി വാ. ഈ കേറി വരുന്ന 2 മിനിറ്റ് 1 മിനിറ്റ് ഫോർ വിക്ടറി. അത്യാവശ്യം സമാധാനം
ഇങ്ങോട്ട് വരെ ഇട്ട് പട്ടിയാക്കാനാ. പ്രദീപ വാടാ പ്രദീപ. അതെങ്ങാണ് കിളന്ന് പെയ്യ വന്നാ മതി. ഗോളി കാണത്തില്ലെന്ന് അവരുടെ കുട്ട കളിക്കത്തുള്ളൂ. കസേര ഇട്ടേ അവിടെ ഇരുന്നു. അതെ സിഗരറ്റ് കൂടെ മേടിച്ചേ വലിച്ചോണ്ട് പോകാം. അവന് വരാൻ പറ്റുന്നില്ല. അതിന് മുമ്പ് എന്നതിനാ എപ്പോഴും പുറകെ കളിച്ചു. അതെ ഇങ്ങോട്ടാണ് അത്രോ കൈ കാട്ടി. അവൻ ഇറങ്ങിയതേ ഉള്ളൂ. എപ്പോഴാണ് കളിയിടാ ഈ കാക്ക എന്തിനാ ദേഹം പറ്റിക്കാൻ വേണ്ടി ദേഹം ശരിയാക്കാൻ വേണ്ടി ഇളക്കിയോ? എന്തായാലും തൂക്കം പറഞ്ഞില്ലേ? എവിടെ ബോള് പോയത്? കാട് കാട് കാട്. ടിക്കറ്റ് നമ്പർ 2579. ഇന്നത്തെ വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2579. അമ്മാര് നടക്കുവാണായിട്ട്. പെയ്യ 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 കൊല്ലല്ലേ. ഈ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഞായറാഴ്ച നടക്കുന്നതാണ്. 7 തമിഴന, ഈ 5 തമിഴന, 8 തമിഴന. എന്നാ തമിഴന്മാരിൽ മാത്രമല്ലേ ഉള്ളൂ കൊട്ട. ഗോൾ കീപ്പർ വരെ കളി തീർന്നപ്പോഴത്തേനും വെണ്ണിക്കുളം തോറ്റു ഗൈസ്. തിരുവല്ല 2-0 വെണ്ണിക്കുളത്തെ തോപ്പിച്ചു.